ഇറാന്റെ വിശ്വസ്ത പങ്കാളിയാണ് റഷ്യയും പ്രസിഡന്റ് പുടിനും എന്നത് പരസ്യമായ രഹസ്യമാണ്. പലപ്പോഴും യുക്രൈനിൽ വീഴുന്ന റഷ്യൻ ആയുധങ്ങളിൽ ഇറാന്റെ വാക്യങ്ങൾ കടന്നുകൂടുന്നതും ഇറാന്റെ ശത്രു രാജ്യങ്ങളിൽ വീഴുന്ന ആയുധങ്ങളിൽ റഷ്യയുടെ കോഡുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ബലം പകരുന്നുണ്ട്. അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ലോകം കാത്തിരിക്കുന്ന ആ സമാധാനം കൈപ്പിടിയിൽ ഒതുങ്ങാൻ ഇനി അധിക ദൂരമില്ലെന്നുമുള്ള പ്രത്യാശയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. മാസങ്ങളായി തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് അന്ത്യം കുറിക്കാനുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. മോസ്കോയും കൈവും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകളിലൂടെ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. യുദ്ധരംഗത്തെ തിരിച്ചടികളും സാമ്പത്തിക പ്രതിസന്ധികളും ഇരു രാജ്യങ്ങളെയും ചർച്ചാ മേശയിലേക്ക് എത്തിക്കുമെന്ന വിലയിരുത്തലിലാണ് വൈറ്റ് ഹൌസ്. ഒരു ഒത്തുതീർപ്പിലെത്താൻ ആവശ്യമായ സമ്മർദ്ദങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും താൻ നടത്തുന്നുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തനിക്ക് രഹസ്യമായി എന്തെങ്കിലും ധാരണകളുണ്ടെന്ന ആരോപണങ്ങളെ ട്രംപ് കർശനമായി തള്ളിക്കളഞ്ഞു. പ്രത്യേകിച്ച് ഡോൺബാസ് മേഖല മുഴുവൻ റഷ്യക്ക് വിട്ടുകൊടുക്കാൻ താൻ സമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു ശാശ്വത പരിഹാരമാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ എന്ത് കാര്യവും ചെയ്യാൻ താൻ സന്നദ്ധനാണെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിലെ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയുധങ്ങൾ നൽകി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ രക്തച്ചൊരിച്ചിൽ നിർത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇതിനായി റഷ്യൻ യുക്രൈനൻ നേതൃത്വങ്ങളുമായി താൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരശ്ശീലയ്ക്ക് പിന്നിൽ വളരെ ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ നയതന്ത്ര വിദഗ്ധരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ യുദ്ധക്കളത്തിലെ ഓരോ നീക്കങ്ങളിലും തങ്ങി നിൽക്കുമ്പോൾ സമാധാനത്തിനായുള്ള അടിത്തറ പാകാൻ അമേരിക്ക രഹസ്യമായി കരുക്കൾ നീക്കുകയായിരുന്നു. ഈ ചർച്ചകൾ വിജയത്തിലെത്തിയാൽ അത് ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി മാറും. യുദ്ധം അവസാനിക്കുന്നത് വെറും ഒരു വെടിനിർത്തൽ മാത്രമല്ല, മറിച്ചൊരു പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യത്തിന്റെ തുടക്കമായിരിക്കുമെന്നും ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. റഷ്യയുടെ സുരക്ഷാ ആശങ്കകളും യുക്രൈനിന്റെ നിലനിൽപ്പും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ഗ്രാൻഡ് ഡീലാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. ഇത് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഡോൺബാസ് വിഷയം യുദ്ധത്തിലെ ഏറ്റവും സങ്കീർണമായ തർക്ക വിഷയമാണ്. പുടിന് അനുകൂലമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത് എന്ന വിമർശനങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന. റഷ്യയ്ക്ക് ആവശ്യമായ ഇളവുകൾ നൽകാൻ താൻ തയ്യാറല്ലെന്നും എന്നാൽ ന്യായമായ ഒത്തുതീർപ്പുകൾക്ക് വഴി തുറക്കുമെന്നുമാണ് ട്രംപ് നൽകുന്ന സന്ദേശം. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ട്രംപ് നടത്തുന്ന ചർച്ചകളും ഈ സമാധാന നീക്കത്തിൽ പ്രധാനമാണ്. സൈനിക സഹായം നൽകുന്നതിൽ ട്രംപ് പുലർത്തുന്ന കർക്കശമായ നിലപാട് സെലൻസ്കിയെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം തുടരുന്നത് യുക്രൈനിന്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും പൂർണ്ണമായും തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം പുടിന്റെ നിലപാടുകൾ ഈ ചർച്ചകളിൽ നിർണായകമാണ്. ട്രംപുമായി തനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് പുടിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചർച്ചകളിൽ റഷ്യ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുമെന്നത് കണ്ടറിയണം. എന്നാൽ ട്രംപിന്റെ ആത്മവിശ്വാസം സൂചിപ്പിക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന്റെ ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. നാറ്റോ സഖ്യകക്ഷികൾ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് റഷ്യയുടെ വിജയമായി മാറരുതെന്ന വാശിയിലാണ് അവർ. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം യൂറോപ്പിന്റെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. യുദ്ധം അവസാനിക്കുന്നതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് പ്രവചിക്കുന്നു. ഇന്ധനവില കുറയുന്നതിനും ആഗോള വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കുന്നതിനും ഈ സമാധാനം അനിവാര്യമാണ്. സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റത്തിന് അന്ത്യം കുറിക്കാൻ യുദ്ധം നിൽക്കണമെന്ന ലളിതമായ യുക്തിയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ട്രംപിന്റെ സമാധാന ദൗത്യത്തിൽ ചൈനയ്ക്കുള്ള പങ്കും അവഗണിക്കാനാവില്ല. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ വിഷയം പ്രധാന ചർച്ചയാകുമെന്നാണ് കരുതുന്നത്.
റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ചൈനയെ സമാധാന നീക്കത്തിൽ പങ്കാളിയാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. പിന്നണിയിൽ നടക്കുന്ന ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായില്ല. എന്നാൽ കാര്യങ്ങൾ വളരെ അടുത്താണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഒരു വലിയ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ്. ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യമോ ഒരു സമാധാന കരാർ രൂപപ്പെട്ടേക്കാം. ഈ യുദ്ധം ഒരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് വളരാതിരിക്കാനുള്ള മുൻകരുതലാണ് ട്രംപ് എടുക്കുന്നത്. ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ട് ശക്തികൾ തമ്മിലുള്ള സംഘർഷം ലോകത്തെ നാശത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ട്രംപിന്റെ വിമർശകർ പറയുന്നത് അദ്ദേഹം റഷ്യയ്ക്ക് മുൻപിൽ കീഴടങ്ങുകയാണെന്നാണ്. എന്നാൽ തന്റെ നയതന്ത്രം കരുത്തിലൂടെയുള്ള സമാധാനമാണെന്നാണ് ട്രംപിന്റെ മറുപടി. റഷ്യയും യുക്രൈനെയും ഒരേപോലെ ചർച്ചയ്ക്ക് നിർബന്ധിക്കാൻ അമേരിക്ക കഴിയുമെന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. യുദ്ധം അവസാനിച്ചാൽ യുക്രൈനിന്റെ പുനർനിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. ഇതിനായി ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും അമേരിക്കയും ചേർന്ന് ഒരു വലിയ നിക്ഷേപ പദ്ധതി തയ്യാറാക്കേണ്ടി വരും. ലോകം ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ട്രംപിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായാൽ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര നീക്കമായി രേഖപ്പെടുത്തും. 10,000-കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനും കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും ഈ സമാധാന നീക്കത്തിന് പറ്റും. പുടിനുമായി ഒരു രഹസ്യധാരണയുമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയതോടെ സഖ്യകക്ഷികൾക്കിടയിലെ ആശങ്കയ്ക്ക് കുറവുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഡോൺബാസ് വിട്ടു നൽകില്ലെന്ന നിലപാട് യുക്രൈനിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ട്രംപിന്റെ ഈ ശ്രമങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അത് ആഗോള രാഷ്ട്രീയത്തിലെ അമേരിക്കയുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി തെളിയിക്കും. യുദ്ധം തുടങ്ങാനല്ല, മറിച്ച് അവസാനിപ്പിക്കാനാണ് ലോകശക്തികൾ മുൻകൈ എടുക്കേണ്ടതെന്ന വലിയ പാഠമാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. സമാധാനത്തിനായുള്ള ആ നിമിഷത്തിനായി ലോകം ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്നു.